ദൈവതിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. 2026 പീഡാസഹന വാരത്തിൻ്റെ തിങ്കളാഴ്ച പ്രഭാതത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവമക്കളെ, ഇന്നത്തെ നമ്മുടെ ധ്യാന ചിന്ത യേശു മിശിഹ കുരിശ് ചുമക്കുന്ന ഭാഗമാണ്. ഭാരമേറെ കുരിശും ചുമന്നുകൊണ്ട് അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങുന്നു. ഈശോയുടെ ചുറ്റും നോക്കുക, സ്നേഹിതന്മാർ ആരുമില്ല. യൂദാസ് അവിടത്തെ ഒറ്റിക്കൊടുത്തു. പത്രോസ് അവിടത്തെ പരിത്യജിച്ചു. മറ്റു ശിഷ്യന്മാർ ഓടി ഒളിച്ചു. അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ കണ്ടവരും അവയുടെ ഫലം അനുഭവിച്ചവരും ഇപ്പോൾ എവിടെ? ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ഓശാന പാടി എതിരേറ്റവരും ഇന്ന് നിശബ്ദരായിരിക്കുന്നു. നമ്മുടെ കർത്താവിനെ സഹായിക്കുവാനോ ഒരാശ്വാസവാക്ക് പറയുവാനോ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഇനി ഒരു വചനം നമുക്കിങ്ങനെ ഹൃദയത്തിൽ സംഗ്രഹിക്കാം. എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശും വഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ. അടുത്തതായിട്ട് നമുക്കിങ്ങനെ ധ്യാനിക്കാം. എൻ്റെ സങ്കടങ്ങളുടെയും ക്ലേശങ്ങളുടെയും കുരിശ് ചുമന്നുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ രക്തം പുരണ്ടിട്ടുള്ള കാൽപ്പാടുകൾ നമുക്കും പിന്തുടരാം. വലയുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും ആശ്വസിപ്പിക്കുന്ന കർത്താവെ, ഈ സമയത്ത് നമ്മുടെ ക്ലേശങ്ങളെല്ലാം പരാതി കൂടാതെ സഹിക്കുവാനുള്ള ഒരു കൃപ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 3-4 തിരുവചനം. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവരെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. ദൈവമക്കളെ, ഇന്നത്തെ നമ്മുടെ ധ്യാനം ഇതാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ കൂടുതൽ കുരിശിൻ്റെ വഴിയിലൂടെ ബലപ്പെടുത്തട്ടെ. പരിശുദ്ധാത്മാവെ, സഹിക്കുവാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും പീഡാസഹന വാരത്തിൻ്റെ എല്ലാം പ്രാർത്ഥനാശംസകൾ നേർന്നുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം പുത്തൂർ കുടലിൽ ജയ്മോനച്ചൻ.